യമനിലെ സനായിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ പുതിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങുകയാണ്. ലോകത്തെ ഞെട്ടിച്ച തലാൽ അബ്ദുൽ മഹദി കൊലപാതക കേസിൽ നിമിഷയുടെ മോചനത്തിനായി ഇറാൻ ഇടപെടുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു. നീതി നടപ്പിലാക്കേണ്ട സ്ഥാനത്ത് മനുഷ്യത്വം എന്ന പേരിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് ഇരയുടെ കുടുംബത്തോടും നിയമത്തോടും ചെയ്യുന്ന വലിയ ക്രൂരതയാണെന്നാണ് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി തുറന്നടിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗജിയോട് ഫേസ്ബുക്കിലൂടെ അബ്ദുൽ ഫത്താഹ് ഉയർത്തിയ ചോദ്യങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന മലയാളികളെയും ഇന്ത്യൻ ഭരണകൂടത്തെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. അബ്ബാസ് അരഗജിയുടെ ശ്രദ്ധയിലേക്ക് എന്ന നിലയിൽ എഴുതിയ കുറിപ്പിൽ അബ്ദുൽ ഫത്താഹ് ഉന്നയിക്കുന്നത് അങ്ങേയറ്റം വൈകാരികവും എന്നാൽ നിയമപരമായി പ്രസക്തവുമായ കാര്യങ്ങളാണ്. ഒരാളെ അറുത്തു കൊല്ലുകയും പിന്നീട് ശരീരഭാഗങ്ങൾ കഷ്ണങ്ങളാക്കി നുറുക്കി ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയും ചെയ്ത ഒരു കുറ്റകൃത്യത്തിന് എങ്ങനെയാണ് മനുഷ്യത്വപരമായ പരിഗണന നൽകാൻ കഴിയുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചോദ്യം. ഇത്തരമൊരു സംഭവം ഇറാനിലാണ് നടന്നതെങ്കിൽ അവിടുത്തെ സർക്കാർ ഇതേ നിലപാട് സ്വീകരിക്കുമായിരുന്നോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നീതി തടസ്സപ്പെടുത്തുന്നത് കുറ്റകൃത്യത്തെക്കാൾ വലിയ മറ്റൊരു കുറ്റകൃത്യമാണെന്നും ഭരണഘടനയോടും മനസാക്ഷിയോടും ചെയ്യുന്ന ഈ ചതി അംഗീകരിക്കാനാവില്ലെന്നും ഫത്താഹ് വ്യക്തമാക്കുന്നു. മൃതദേഹം ടാങ്കിൽ കുഴിച്ചു മൂടിയ കാഴ്ച കണ്ട കുടുംബത്തിന്റെ വേദനയ്ക്ക് മുന്നിൽ രക്തം കൊണ്ട് കച്ചവടം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയമാണ് ഈ വാക്കുകളിൽ നിലനിൽക്കുന്നത്. നിമിഷപ്രിയയുടെ കേസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ സങ്കീർണമായൊരു നയതന്ത്ര വെല്ലുവിളിയാണ്. യമനിലെ ആഭ്യന്തര യുദ്ധം മൂലം അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര ബന്ധങ്ങൾ പരിമിതമായ സനായിലാണ് നിമിഷ തടവിൽ കഴിയുന്നത്. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായതിനാൽ തന്നെ ഇന്ത്യക്ക് നേരിട്ട് ഇടപെടുന്നതിനേക്കാൾ ഫലപ്രദം ഇറാന്റെ സഹായം തേടുക എന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇറാന്റെ മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നത്. എന്നാൽ യമനിലെ ഗോത്ര നിയമങ്ങളും കുടുംബത്തിന്റെ നിലപാടും വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിർണായകമാണ്. കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകാതെ നിമിഷയ്ക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിലാണ് തലാലിന്റെ കുടുംബം ഇറാന്റെ ഇടപെടലിനെ പരസ്യമായി എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. 2017 ജൂലൈയിലാണ് നിമിഷപ്രിയയുടെ ജീവിതം തകിടം മറിച്ച ആ സംഭവം നടക്കുന്നത്. പാലക്കാട് സ്വദേശിയായ നിമിഷപ്രിയ സനായിൽ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ ശ്രമിക്കുന്നതിന് ഇടയിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ പരിചയപ്പെടുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉണ്ടാക്കിയ പണം പിന്നീട് വലിയ കെണിയിലേക്ക് മാറുകയായിരുന്നു എന്നാണ് നിമിഷയുടെ വാദം. ക്ലിനിക്കിന് ലൈസൻസ് എടുക്കുന്നതിനായി തലാൽ തന്റെ ഭർത്താവാണെന്ന വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും എന്നാൽ പിന്നീട് തലാൽ തന്നെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങിയെന്നും നിമിഷ കോടതിയിൽ മൊഴി നൽകിയിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും തലാൽ നിമിഷയെ വേട്ടയാടി. പണം തട്ടുകയും പാസ്പോർട്ട് പിടിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ അനുവദിക്കാതെ തടയുകയും ചെയ്തു. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും പുറത്തിറങ്ങിയ തലാൽ നിമിഷയെ ലഹരി മരുന്നിന് അടിമയാക്കാനും സുഹൃത്തുക്കൾക്ക് വഴങ്ങാൻ നിർബന്ധിക്കാനും ശ്രമിച്ചുവെന്നാണ് നിമിഷ പറയുന്നത്. മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് തലാലിന് അനസ്തേഷ്യ മരുന്ന് നൽകിയതെന്നും എന്നാൽ അദ്ദേഹം മരിച്ചതോടെ ഭയം മൂലം മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചെന്നുമാണ് പ്രതിഭാഗം ഉയർത്തുന്ന വാദം. കൂടെ ജോലി ചെയ്തിരുന്ന ഹനാൻ എന്ന യുവതിയുടെ സഹായത്തോടെയാണ് മൃതദേഹം മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ചത്. സംഭവം നടന്ന മാസങ്ങൾക്ക് ശേഷം പോലീസ് നിമിഷയെ പിടികൂടുകയായിരുന്നു. 2020 വിചാരണ കോടതി നിമിഷയ്ക്ക് വധശിക്ഷ വിധിച്ചു. അതിനുശേഷം കീഴ്ക്കോടതിയിലും അപ്പീൽ കോടതികളിലും ശിക്ഷാവിധി ശരിവെക്കുകയായിരുന്നു. നിലവിൽ വധശിക്ഷ നടപ്പിലാക്കുന്നതിന് തടയാനുള്ള ഏക വഴി ദിയാദനം നൽകി കുടുംബവുമായി ഒത്തുതീർപ്പിലെത്തുക എന്നത് മാത്രമാണ്. ഇന്ത്യൻ എംബസിയും സന്നദ്ധ സംഘടനകളും നിമിഷപ്രിയ സേഫ് ഫോറവും ചേർന്ന് വലിയൊരു തുക കുടുംബത്തിന് വാഗ്ദാനം ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് കുടുംബത്തിന്റെ പ്രതിഷേധം കടുക്കുന്നത്. പണമല്ല, നീതിയാണ് തങ്ങൾക്ക് വേണ്ടതെന്ന നിലപാടിലാണ് തലാലിന്റെ ബന്ധുക്കൾ. തലാലിന് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടെന്നും നിമിഷയുടെ പ്രവൃത്തി ആ കുടുംബത്തെ അനാഥമാക്കിയെന്നുമാണ് അവരുടെ വാദം. നിമിഷയുടെ ക്രൂരതയെ വംശീയമായോ ദേശീയപരമായോ കാണാതെ ഒരു കൊലപാതകമായി മാത്രം കാണണമെന്നാണ് യമനിലെ പൊതുവികാരം. എന്നാൽ നിമിഷ അനുഭവിച്ച പീഡനങ്ങൾ കോടതി വേണ്ടത്ര പരിഗണിച്ചില്ലെന്ന പരാതി ഇന്ത്യൻ വംശജർക്കുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഇടപെടൽ ഈ ഘട്ടത്തിൽ വളരെ നിർണായകമാണ്. ഹൂതി ഭരണകൂടത്തിന് മേൽ സ്വാധീനമുള്ള ഇറാൻ മനസ്സ് വെച്ചാൽ കുടുംബത്തെ ചർച്ചകൾക്ക് പ്രേരിപ്പിക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ പുതിയ വെളിപ്പെടുത്തൽ ഈ ചർച്ചകളെ അട്ടിമറിക്കാനും സാധ്യതയുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഈ വിഷയം ചർച്ചാ വിഷയമാവുകയാണ്. നിമിഷയുടെ കുടുംബവും മലയാളികളും പ്രാർത്ഥനയോടെ സനായിലെ വാർത്തകൾക്കായി കാതോർക്കുന്നു. നിയമ പോരാട്ടം അവസാന ഘട്ടത്തിൽ നിൽക്കെ തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ
എന്നത് സന്നദ്ധ പ്രവർത്തകർക്ക് മുന്നിലുള്ള ഹിമാലയൻ വെല്ലുവിളിയാണ്.